ജഡ്ജി കൂടെ നോക്കിയാണ് പത്ര അറിയണ്ട്, ജഡ്ജിയെ പത്ര അറിയണ്ട്. കേസ് വല്ലതും വന്നാൽ ബന്ധപ്പെടണ്ടേ? ഈ ജഡ്ജി വെളിയിറങ്ങുമ്പോൾ മറ്റേ വേഷം മാറുന്ന അറിഞ്ഞൂടെ അവർക്ക്? സാധാ വേഷമാണെന്ന്. വ്യാജ ജഡ്ജി ചമഞ്ഞ് വില കൂടിയ കാറുകളിലെത്തി തട്ടിപ്പ് നടത്തുന്ന ഒരു രണ്ടംഗ സംഘത്തിനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ ഒരു ജിഗേഷ്, മാന്നാർ സ്വദേശിയായ സുമേഷ്, രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരള ബാങ്കിൽ നിന്നും വീടിന് ജപ്തി നോട്ടീസ് വന്ന ഒരു കുടുംബത്തെ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, കേരള ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ജഡ്ജിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കുകയായിരുന്നു. ആദ്യം ഒരു 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. തുടർന്ന് വീണ്ടും ഒരു 4.5 ലക്ഷം രൂപയും കൂടി നൽകി അങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്. അപ്പോൾ പത്രത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും ഉദ്യോഗാർത്ഥികളെ പരസ്യം നൽകി ഉദ്യോഗ തട്ടിപ്പുകളും നിരവധി നടത്തിയതായിട്ട് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കണ്ണൂർ ജില്ലയിലും സമാനമായ കേസുകളുണ്ട്. 2014 പത്രത്തിൽ പരസ്യം നൽകി ഭൂമി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയതിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 2014 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്ന് മുതലേ ഇന്നുവരെ കണ്ടിന്യൂസ് ആയിട്ട് തട്ടിപ്പുകൾ നടത്തി വരികയായിരുന്നു. 2018 KSRTCയിൽ ജോലി നൽകാമെന്നും PSC വഴിയുള്ള ജോലി നൽകാമെന്നും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോറസ്റ്ററായിട്ട് ജോലി നൽകാമെന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയതിന് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് പ്രതികൾ പിടിയിലായിട്ടുണ്ട്. അതിനുശേഷം ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇതേ തൊഴിൽ തന്നെ നടത്തി വരികയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഇവിടുത്തെ പരാതിക്കാരി, വെഞ്ഞാറമൂടുള്ള പരാതിക്കാരിയുടെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾ പരിചയപ്പെടുത്തിയതനുസരിച്ച് കണ്ണൂരുകാരനായ ജഡ്ജി ഒരു XUV 500 വാഹനത്തിൽ, വില കൂടിയ വാഹനത്തിൽ ജഡ്ജിയുടെ വേഷം ധരിച്ച് ഇവിടെ വരികയും വെമ്പായത്തുള്ള ശ്രീവത്സം ഹോട്ടലിന് മുമ്പിൽ വാഹനം നിർത്തിയിടുകയും അവിടെ വന്ന അവലാധിക്കാരിയും അമ്മയും പരിചയപ്പെട്ട് അവരുടെ വിശ്വാസം അറിയിച്ചെടുത്ത് അവരിൽ നിന്നും പൈസ തട്ടിച്ചെടുക്കുകയായിരുന്നു. കേരള ബാങ്കിലുള്ള യുവതിക്കുള്ള ഭൂമി വെച്ച ലോൺ 10 ലക്ഷം രൂപയോളമായ ലോണിനെ യുവതി സാമ്പത്തികമായി പിന്നെ BPL ലിസ്റ്റിലുള്ള ആളായതുകൊണ്ട് അവരുടെ കിട്ടാക്കടമായിട്ട് ഈ ലോൺ എഴുതിത്തള്ളി കളയാം എന്ന് വിശ്വസിപ്പിച്ചാണ് അവരെ തട്ടിപ്പിനിരയാക്കി. കഴിഞ്ഞ 3-4 മാസമായി അന്വേഷണം നടത്തി വരികയായിരുന്നു. പ്രതികൾ നമ്പറുകൾ മാറി മാറി ഉപയോഗിക്കുന്ന കാരണം ആണ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ പ്രതി അറസ്റ്റ് ചെയ്ത് അവരുടെ കൈവശം ലാപ്ടോപ്പുകൾ, പ്രിൻ്ററുകൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ കൈവശത്തു നിന്നും ഈ ദേവസ്വം ബോർഡിലേക്ക്, ശബരിമലയിലേക്ക് താൽക്കാലിക തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള അപ്പോയിൻമെൻറ്റ് ഉത്തരവുകൾ, അതുപോലെ തന്നെ UPSCയുടെ ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്ററുകൾ, ഇതെല്ലാം വ്യാജമായി കേന്ദ്ര സർക്കാരിൻ്റെ മുദ്രയോടുള്ള നിരവധി പേപ്പറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികളുടെ കയ്യിൽ നിന്ന് 91,500 രൂപയോളം കണ്ടെത്തിയിട്ടുണ്ട്. 7 മൊബൈൽ ഫോണുകളും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.